ഊബർ വന്നിട്ടുണ്ട്, നമുക്ക് കയറി പോവാം. മൂന്ന് മണിക്കൂർ എടുക്കും അല്ലേ? ഞാൻ നമ്മളെ ഒന്ന് കറങ്ങി അടിക്കട്ടെ ലുലു മാളില്. വെക്കേഷൻ ഡേ 7 ആണ്. അപ്പൊ ഞങ്ങളിപ്പോ എറണാകുളത്ത് തന്നെയാണ് ഉള്ളത്. ഞങ്ങളിപ്പോ രാവിലെ എണീറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകണം. ഇന്നത്തെ വിശേഷങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം. ഫ്രണ്ട്സ്, അപ്പം ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. എങ്ങനെയുണ്ട് നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്. ഞാൻ ആദ്യമായിട്ടാണ്. അപ്പം നമ്മൾ ഇവിടെ തന്നെ നമ്മുടെ ഹോട്ടലിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. 10:30 വരെ ഉള്ളൂ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ഇവരിപ്പോൾ വിളിച്ചു 5 മിനിറ്റ് കൂടെ ഉള്ളൂ, അതിന് മുന്നേ വാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ധൃതി പിടിച്ച് പോവുകയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ തന്നെയാണ്, ഇതിൻ്റെ അടിയിൽ തന്നെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. പൂരി പിന്നെ ബാജി എന്നുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ ഇഡ്ഡലി കഴിച്ചു, ഇതൊരു പൂരി. അതുണ്ടേ ഗൈസ്, ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞു. ഇനി ഞങ്ങൾ റൂമിലോട്ട് പോവാണ്. ഗൈസ്, അപ്പൊ ഞങ്ങള് ഇനി നേരെ ലുലുലോട്ട് പോവാൻ പോവാണ് അല്ലേ? ആ ഓക്കെ ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നമ്മുടെ ഊബർ വന്നിട്ടുണ്ട്, നമുക്ക് കയറി പോവാം. ഇവിടെ വണ്ടി ഇതാ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അടുത്താട്ടോ മാള്, കുറച്ച് 10 മിനിറ്റ് ഒക്കെ ഉള്ളൂ. ഗൈസ്, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മാപ്പിന് തിരക്കില്ല, ഇപ്പൊ തുറന്നിട്ടുള്ളൂ. 11 തുറന്നത്. മറ്റേ നമ്മൾ കഴിഞ്ഞ ദിവസം തിരക്കില്ല, അത്ര തിരക്കുണ്ട്. അതെ, അത്രയും തിരക്കുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ. പറയാൻ പറ്റില്ല കേട്ടോ, മേളിലോട്ടൊക്കെ ചിലപ്പോൾ തിരക്ക് കാണുമായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സൺഡേ വന്നത്, അപ്പം അങ്ങനെ വൈകുന്നേരം. അപ്പൊ ഫ്രണ്ട്സ്, ഞങ്ങൾ ഒന്ന് ഇതിലൊക്കെ ഇറങ്ങട്ടെ. സാലോണിൽ കയറാണ്. അമ്മയ്ക്ക് അത് ആളാവട്ടെ, കയറിക്കോ. ഇവിടെ അത് പുറകിൽ പോണം, ഏറ്റവും പുറകിൽ. പെർമനന്റ് ആണെന്ന് പറഞ്ഞവര്. ഞാനധികം മോളെ ടിക്കറ്റ് എടുത്ത് വിട്ടെ. നമ്മളത് അതിൻ്റെ ഉള്ളിൽ ട്രെയിനിൽ
ഫ്രണ്ട്സ് അമ്മയ്ക്ക് ഇത്ര ലെങ്ത്തിൽ ഇത്ര കട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. സ്റ്റെപ്പില്ല ഫ്രണ്ട്സ്. ഞങ്ങൾ ശരിക്കും ഉദ്ദേശിച്ചത് ഇവിടെ ലുലു മാളിൽ കറങ്ങി വന്നിട്ട് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി ഹെയർ കട്ട് ചെയ്യുന്നത്. ഞങ്ങൾ കയറി വന്നത് തന്നെ സലോണിൽ കട്ട് ചെയ്ത് നമുക്ക് വേറെ എസ്കലേറ്റർ ഉണ്ടാവും മോളിൽ. മൂന്ന് മണിക്കൂർ എടുക്കും അല്ലേ അമ്മയുടെ കഴിയാൻ. ഞാൻ എന്ത് ചെയ്യാൻ ഒന്ന് കറങ്ങി അടിക്കട്ടെ ലുലു മാളില്. ഓക്കെ ലെറ്റ്സ് ഗോ. ഫ്രീ ആയിട്ട് ഇട്ടൊന്നുമില്ല അല്ലേ? അമ്മ ആശയം പോവാണ് മുടി തൊട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല. എല്ലാം പെട്ടെന്നായി പോയി. ആലോചിക്കാൻ പോലും എനിക്ക് സാധിക്കും. വീട്ടിൽ ചെല്ലുമ്പോ അമ്മ അപ്പാപ്പി എന്നെ ഓടിക്കും. അയ്യോ മതി മതി. നടന്നോ. കറങ്ങിയ തല ഇറങ്ങിയോ? ഏതില്? ഓക്കെ.
എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയാണോ? നമുക്ക് ഏതാ വേണ്ട ഐസ്ക്രീം? പർപ്പിളോ? ഞാൻ ദേവുവിനൊരു ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് കഴിച്ച് ഇങ്ങനെ പോവുകയാണ്. ഞാൻ കഴിക്കുന്നില്ല. ഞാൻ ഐസ്ക്രീമൊക്കെ കഴിച്ച് പുറത്ത് പോയി കഴിച്ചാണ്. അമ്മ അവിടെ കൊതിച്ച്. അതെ, അമ്മയ്ക്ക് ഭയങ്കര ടെൻഷൻ കേട്ടോ. ഇപ്പൊ അമ്മേനെ കാണിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മേനെ മുടിയൊക്കെ ആകെ എന്തോ ക്രീമൊക്കെ തേച്ച് പറ്റിച്ച് വെച്ചേക്കാണ്. ഫ്രണ്ട്സ്, അമ്മേനെ മുടി ചെറുതായിട്ട് ബ്രൗൺ ആണ് കേട്ടോ. ദിയമോള് പറയാ, എന്റെ തീവ്രത എന്ത് പോലായത്. അമ്മേ ഇങ്ങോട്ട് വാ. അതാരണ്ട് ഞങ്ങൾ വാങ്ങാനുള്ളതാണ് വിചാരിച്ചു ചെന്ന് നോക്കിയിട്ട് ഇത് മരിച്ചുകൊണ്ട് വേണ്ട പറയാതെ സ്റ്റെപ്പ് എടുത്തു. അങ്ങനെ സ്മൂത്തൊക്കെ ചെയ്ത് കഴിഞ്ഞ് സെറ്റായി. ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ സ്മൂത്ത് ചെയ്തിരിക്കുന്നു. സ്മൂത്ത് ചെയ്തു, മുടി കട്ട് ചെയ്തു. സങ്കടമുണ്ട്, മുടി കുറേ പോകും. പപ്പേന്റെ ഫ്രണ്ടാണ് കേട്ടോ, ചങ്സാണ്. അവിടെ എന്തോ ഷോ എന്തോ നടക്കുന്നുണ്ട്. ക്ലൗണൊക്കെ വന്നു, ചോക്കറൊക്കെ ഉണ്ട് അവിടെ. ബിരിയാണി വന്നിരിക്കുന്നു, ചിക്കൻ ബിരിയാണി. ചേട്ടൻ എന്താ ഓർഡർ ചെയ്തേ പറയും? പപ്പടം പുട്ട് കിട്ടാണ്. പുട്ട് ഫ്രണ്ട്സ് ഉണ്ണിമോളെ മുടിയൊക്കെ മുറിച്ച് വന്ന ക്ഷീണത്തിൽ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻ്റെ പുട്ടും വന്നു. മീൻകറി ഇവിടെ ഓൾറെഡി വന്ന് എടുക്കുകയാണ്. ഫ്രണ്ട്സ്, നമ്മൾ ലുലു മാളിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ക്യാമറയിൽ വലുതായിട്ടൊരു ക്യാമറ ഉണ്ട്, അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മളെ ലുലു മാളിൻ്റെ പുറത്ത് വെച്ചേക്കണ ക്രിസ്മസ് ട്രീയിൽ, എറണാകുളം ലുലു മാളിൻ്റെ പുറത്ത് വെച്ചേക്കണ ക്രിസ്മസ് ട്രീ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ക്രിസ്മസ് ട്രീ ആണ് എന്നാണ് പറയുന്നത്. കാണിച്ചു തരാവേ. ഫോട്ടോ വന്നു. ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ
മോളിലൊക്കെ പോയി തിരിച്ച് ഹോട്ടലിലോട്ട് വന്ന് മോർണിംഗ് ക്ലാസ് എടുത്ത് വെറുതെ ഫ്രണ്ട്സ്. അപ്പം നമ്മുടെ ഡേ 7 വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കുഴങ്ങിട്ടോ. ബൈ ബൈ. ബൈ ബൈ. എന്റെ ഉണ്ണിമോളെ ഇനി അകത്തോട്ട് കയറ്റാൻ അറിയില്ല. എന്നോട് ചിലപ്പോൾ പറയും ഇത് രാവിലെ പോയപ്പോ ഉണ്ടായിരുന്ന ആളല്ലല്ലോ, തിരിച്ച് വേറെ ആളാണല്ലോ എന്ന് പറയും.